Hi guys, welcome back to Cinepolis yet again. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. തുടക്കം സ്റ്റാറിംഗ് വിസ്മയ മോഹൻലാൽ, ആഷിഷ് ജോ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോനാണ്, ആൻഡ് ഡയറക്റ്റഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ്. 2018 ഓം ശാന്തി ഓശാനയൊക്കെയാണ് പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള നമുക്കറിയാവുന്ന പടങ്ങൾ. പുള്ളി തന്നെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തേക്കണ. കൂടെ രണ്ടുപേരുണ്ട്, അഖിൽ കൃഷ്ണ ആൻഡ് ലിനീഷ് നെല്ലിക്കൽ തന്നെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ നൺ അതർ ദാൻ ആന്റണി പെരുമ്പാവൂർ. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സംഭവം നമ്മൾ കണ്ടുവരാറുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഇതിനകത്തൊരു കുഞ്ഞ് റോൾ ചെയ്തിട്ടുണ്ട്, അത് എല്ലാ സിനിമയിലും ഉണ്ട്, അതിനകത്തുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ തുടങ്ങണത് തന്നെ ആഷിഷിന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. പുള്ളി തന്നെയാണ് അതിനകത്ത് വില്ലൻ. ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, സ്പോയിലറൊന്നും അല്ല. ആൻഡ് ഒരു വാടകക്കൊലയാളി എങ്ങനെയാണോ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും പുള്ളിയുടെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. പുള്ളിന്ന് തന്നെ ഇല്ല, കണ്ടാൽ തന്നെ അറിയാം. ഒറ്റ കോസ്റ്റ്യൂമുകൾ സിനിമയുടെ അവസാനം വരെ പുള്ളി ആ ഒറ്റ കോസ്റ്റ്യൂമിൽ ഓടണം. പുള്ളിയുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങണം. ആൻഡ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയാണ് തുടക്കമുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അത് പുള്ളി നെയിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ പുള്ളി ഇതിനകത്ത് കുറച്ച് മെനസിംഗ് ആണ്, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വില്ലനാണെന്ന് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ സിനിമ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ആവും. ആൻഡ് മെയിൻലി ഇടുക്കിയാണ് പിന്നെ ഉള്ള സെറ്റിംഗ്. അവിടെ വിസ്മയ മോഹൻലാലും സായികുമാറിന്റെ ക്യാരക്ടർ വരുന്നു. പുള്ളി ഒരു വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ സ്ഥലം മാറി വന്നേക്കാണ്. അപ്പോൾ നൈബേഴ്സ് ആയിട്ട് ജയക്കുറുപ്പ് ഉണ്ട്, കോട്ടയം രമേശ് ഉണ്ട്, അവിടെ ബോബി കുര്യന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ബോബി കുര്യൻ ഈസ് ലൈക്ക് ബോബി കുര്യൻ എല്ലാ പടത്തിലും ഇപ്പോൾ പുള്ളി അങ്ങനെ തന്നെ. ആ പണി തൊട്ട് ഞാൻ കാണുമ്പോൾ പുള്ളിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ആക്ടിങ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ അവർ വരുന്നു. അവിടെ ഒരു ഫെമിലിയർ സെറ്റിംഗ്, കുന്നുമല. ജോമോണ്ടി ജോൺ ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട്, അഖിൽ ജോർജ് ആൻഡ് സുദീപ് എലമൻ. അപ്പോൾ അവിടെ ഒരു സോങ് ജെക്സ് ബിജോ ചെയ്തിട്ടുണ്ട്. സോങ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എസ്റ്റാബ്ലിഷ് ആണ്. വിസ്മയുടെ ക്യാരക്ടറത്തോളം ബബിളിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സോങ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലേക്ക് പോകുന്നു. പാരലൽ ഇത് റോഡ് മൂവി ആയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും, സിനിമ ഇതാക്കാനായിട്ട് നോൺ ലീനിയർ ആയിട്ട് റോഡ് മൂവി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ കൂടെ പോകുന്നു. അവിടെ മനോജ് കെ എം വരുന്നു, ജിലു ജോസഫ് വരുന്നു, ജിബിൻ ഗോപിനാഥ് വരുന്നു. ജിബിൻ ഗോപിനാഥ് വളരെ വായിൽ തോന്നുന്നത് മാത്രം പറയുന്ന ഒരു പോലീസുകാരൻ, അങ്ങനെ തൊട്ടിത്തരം പറയാൻ വേണ്ടി ആൾക്കാരെ ഇതാവില്ല, അങ്ങനത്തെ ഒരു പോലീസുകാരൻ തന്നെ. പുള്ളിക്കിട്ട് കണ്ട് പൊട്ടിക്കാനും നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് ജാഫ്രിഡിക്ക് ഉണ്ട്. ജാഫ്രിഡിക്കും അറിയില്ല, എനിക്ക് അങ്ങനത്തെ പോലീസുകാരെയൊക്കെ അത്രയും വയസ്സായിട്ട് എങ്ങനെ കാണിക്കുന്നുള്ളത്. ജാഫ്രിഡിക്ക് ഉണ്ട്. പിന്നെ അപ്പോൾ അവർ വരുന്നു, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അവിടെ ആശിഷ് വരുന്നു. ആശിഷ് വന്നു കഴിയുമ്പോഴേക്കും സിനിമ ആക്ച്വലി നന്നായിട്ട് എൻഗേജിങ് ആവുന്നുണ്ട്. ആൻഡ് പുള്ളിയുടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, ആ സീനൊക്കെ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേടിയാവും. ഒരു സീക്വൻസ് ഉണ്ട്, റെയിനി സീക്വൻസ് നടക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. അത് ആശിഷ് അങ്ങനെ ഒരു ലുക്കിൽ തന്നെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ അൺപ്രഡിക്റ്റബിലിറ്റി നമ്മുടെ ഇതിലുണ്ടാവും. ആ വിസ്മയുടെ ക്യാരക്ടറായിട്ട് ആദ്യമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന സംഭവമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ആ ടെൻഷൻ നന്നായിട്ട് ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റർവെൽ വരെ സിനിമ അത്യാവശ്യം നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. ഒരു എൻഗേജിങ് ആണ്, നമുക്ക് ബോറടി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. തുടക്കത്തെ ആ ഒരു എസ്റ്റാബ്ലിഷിംഗ് ടൈമിൽ ഒരു ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് പരിപാടിയൊക്കെ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോയേക്കുന്നത്. അപ്പം ഇനി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണ്. സെക്കൻഡ് ഹാഫ് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ചാനലിൽ തന്നെ ഇട്ടേക്കണ 2 റിവ്യൂ ഉണ്ട്, മോളിവുഡ് ടൈംസ് ഐനോബഡിയും. ഫസ്റ്റ് ഹാഫിലൊക്കെ ആക്ച്വലി സിനിമ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്കും റൈറ്റേഴ്സ് ഇങ്ങനെ ക്ലൂലെസ് ആയിട്ട്, അയ്യോ നമുക്ക് എന്ത് എഴുതണം. അത് ഈ സിനിമക്കുണ്ട്. ആൻഡ് ഇതിൽ ജൂഡ് ആന്റണി ചിലപ്പോൾ എഴുതുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടാകും, ഓക്കെ വിസ്മയ മോഹൻലാൽ, ഞാൻ ലാലേട്ടന് ഒരു റോൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമോ, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന് റോൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ വേണ്ടിയിട്ട് ഒരു 2-3 സീൻ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു, ആ ഒരു സീൻ ആക്ച്വലി മോഹൻലാലിന്റെ സംഭവം പറയാം. മോഹൻലാൽ ഈ സിനിമയിൽ വരും, ആ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഒരു കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്, കുറച്ച് മോട്ടിവേഷണൽ പരിപാടി. അത് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഗുഡ്. വലിയ ക്രിഞ്ചായിട്ട് തോന്നിയിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ സെറ്റ് പീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അത് കണ്ടിട്ട് വളരെ മോശമായിട്ട് തോന്നി. ആ സമയത്ത് തന്നെ ആന്റണി പെരുമ്പാവൂരിനുള്ള ക്യാരക്ടർ അവിടെയാണ് വന്നത്. പുള്ളി പറയുന്ന ഡയലോഗും സത്യം പറഞ്ഞാൽ ക്രിഞ്ചായിരുന്നു. അത് ഒരാളുടെ ഹോട്ടലൊക്കെ തല്ലി പൊളിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവരുടെ ആ റോള് വന്നതോടുകൂടെ തന്നെ സിനിമ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് ഗ്രിപ്പ് ലൂസ് ആവുന്നുണ്ടെന്നുള്ളത്. ഈ സിനിമ കൂടെ വന്നതോടുകൂടി ടോട്ടലി വിട്ടുപോയൊരവസ്ഥയായിരുന്നു. പിന്നെ തേർഡ് ആക്ട്, അതായത് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് കൊഴുക്കുന്ന പരിപാടികളൊക്കെ. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ജെക്സ് ബിജോ ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നെങ്കിൽ അടിപൊളിയായനെ. അപ്പോൾ അവിടെയും ആ ഒരു സ്കോറൊക്കെ വെച്ചിട്ട് അങ്ങ് എലിവേറ്റ് ചെയ്യുന്ന ഒരു പഞ്ച് അങ്ങോട്ട് കിട്ടിയില്ല. ക്ലൈമാക്സും ഒക്കെ ആ രീതിയിൽ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് മൊത്തത്തിൽ ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ആവറേജ് ഓർ ബിലോ ആവറേജ്. ഇനി സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറടിച്ചു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ബോറടിച്ചു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വിസ്മയ മോഹൻലാൽ കുറച്ചധികം സ്ക്രീൻ ടൈം കിട്ടുന്ന സെക്കൻഡ് ഹാഫിലാണ്. ആശിഷ് ആക്ച്വലി സൈഡ് ലൈൻഡ് ആവുന്നുണ്ട് കുറേ ടൈമിലേക്ക്.
അപ്പോൾ വിസ്മയുടെ ആക്ടിങ്ങിലെ ചില പോരായ്മകളും ഒക്കെ നമ്മൾ എവിഡൻ്റ് ആയിട്ട് കാണാം. എസ്പെഷ്യലി കരയുന്ന സീൻ, ക്രൈം സീൻസിലൊക്കെ പുള്ളിക്കാരിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ടോട്ടലിയും ഒരുപാട് മുന്നോട്ട് പോകാണ്ട്. ഞാനൊരു ആക്ടിങ് കോച്ചായിട്ട് ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ മറ്റേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറ്റം പറയണം, അതുകൊണ്ടല്ല. നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പെപ്പയുടെ സിനിമ, അങ്കമാലി ഡയറീസ്, അതുപോലെ ഈവൻ ഹാഷിറിൻ്റെ ഒക്കെ സിനിമകളിൽ പോലും അവർ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ നന്നാവട്ടെ, നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ ഇതാവുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു കുറവുകൾ ശരിക്കും എവിഡൻ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. ഈവൻ ചമൻ ചാക്കോയ്ക്ക് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കളയായിരുന്നു. അതിനകത്ത് ഒരു സീനുണ്ട്, ഈവൻ മോഹൻലാലിൻ്റെ മോട്ടിവേഷൻ സീൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മനോജ് കെ ജയൻ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ടി വി കൂടെ കാണിക്കുന്നതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തൊലിയില്ലേ. അത് ഈ ജൂഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018 ഈ മീൻ പിടിക്കാൻ പോകുന്നവരെ പറ്റിയിട്ട് ഒരു സീൻ പുള്ളി തൂക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ സീനിലും ചമൻ ചാക്കോ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും എനിക്കത് പേഴ്സണലി വളരെ അവിടെ ആ സംഭവം വന്നിട്ട് അത് എന്തിനാ രണ്ടാമത് അവിടെ പറയണേന്നുള്ളതൊക്കെ ടോട്ടലി അൺവാണ്ടഡ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ സിനിമ മൊത്തത്തിൽ എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് വാസ് ആക്ച്വലി ഓക്കെ, സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ്. ആൻഡ് ആ ക്ലൈമാക്സിൽ കുറച്ച് പരിപാടികൾ ഉണ്ടാകുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ എനിക്കത് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മൾ 2-3 സിനിമകൾ, ഇപ്പോൾ വുമൻ സെൻട്രിക് ആയിട്ടുള്ള 2-3 സിനിമകൾ സമന്തയുടെയും തമിഴിൽ പ്രീതി മുകുന്ദൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ എത്തിയെന്ന് വെച്ചില്ല. അത് മെയിനായിട്ട് ചിലപ്പോൾ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഈ സിനിമയെ പറ്റി തോന്നി. ഞാൻ തുടക്കം അതുകൊണ്ട് തന്നെ ലൈക്ക് വെരി ആവറേജ് ഇതായിട്ട് തോന്നിയുള്ളൂ, ഒരു ഫ്ലിക്കായിട്ട് തോന്നിയുള്ളൂ. ഒരു 2018 ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് മോർ ഫ്രം ജൂഡ് ആന്റണി ആൻഡ് he could have done better എന്നുള്ളത് തോന്നലുണ്ട്. സോ അതാണ് നമ്മുടെ തുടക്കത്തിൻ്റെ റിവ്യൂ. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.